ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് കോഴിക്കോട്ടാണ്. കോഴിക്കോട്ടുണ്ടാക്കുന്നത് ഓശാനയുടെ ശനിയാഴ്ചയാണ്. ആദ്യം നമുക്ക് പൊടി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളത്തിന് അളവൊന്നുമില്ല. ഞാനിവിടെ 1 കിലോ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഏകദേശം 4 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിനനുസരിച്ച് കുഴച്ചെടുക്കാം. കറക്റ്റായിട്ട് വെള്ളം വയ്ക്കുമ്പോൾ അതെനിക്ക് റെഡിയായിട്ട് കുഴയ്ക്കാൻ കിട്ടാറില്ല. അത് കാരണം കറക്റ്റായിട്ടുള്ള വെള്ളം വെച്ചിട്ടില്ല. ഇനി പൊടിയൊക്കെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് നേരം മൂടി വെച്ചിരുന്ന കുറച്ചും കൂടി സോഫ്റ്റായിട്ട് സിമ്പിളായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ഏകദേശം ഒരുവിധം വെള്ളം മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. അത് ഓരോ പൊടികളുടെ രീതിക്ക് അനുസരിച്ച് നമുക്ക് ആ വെള്ളം ആവശ്യമായിട്ട് വരും. ഇനി ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഇനി ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് 1 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അധികം വെള്ളം ഒഴിക്കാതെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം. ധാരാളം വെള്ളമായി പോയാൽ പിന്നെ അത് വറ്റിയെടുക്കാനായിട്ട് കുറേ നേരം വേണ്ടി വരും. ഇനി നമുക്ക് ആവശ്യമുള്ള നാളികേരം, ഞാനൊരു 2 നാളികേരം എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പം അതിൽ ബാക്കിയുള്ള വെള്ളമൊക്കെ തേങ്ങ വലിച്ചെടുത്തോളും. പിന്നെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. നമ്മുടെ മിക്സ് നന്നായിട്ട് ഡ്രൈ ആവണം. തീരെ ശർക്കര പാനി പുറത്തേക്ക് ഒഴുകി വരുന്ന പോലെ നിൽക്കരുത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ചേർക്കാം. പിന്നെ നമുക്ക് വറുത്ത് പൊടിച്ച ജീരകം ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർക്കും. നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്ന രീതിയാണ് ഇത്. ഇനി നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് നന്നായി ഡ്രൈ ആയി കിട്ടണ വരെ നമുക്ക് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൊടിയും അതിൻ്റെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കോഴിക്കോട്ടുകളായിട്ട് ഉണ്ടാക്കി തുടങ്ങാം. ഇതെൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നത്. ആളുണ്ടാക്കുന്ന രീതി വേറെയാണ്. കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള രീതിയാണ് ആളുണ്ടാക്കുന്നത്. ഇത് പ്ലേറ്റിൽ വെച്ച് ഇങ്ങനെ പരത്തിയിട്ട് പിന്നീട് ഫില്ലിംഗ് ഒക്കെ വെച്ച് നമുക്ക് റൗണ്ടാക്കി ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഉണ്ടാക്കിയത് ശരിയായില്ല എന്നാണ് ആളിപ്പോൾ പറയണേ. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. അത് കയ്യിൽ വെച്ച് തന്നെ അങ്ങനെ കനം കുറച്ച്, തീരെ കനം കുറയ്ക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അത് വേവിച്ചെടുക്കുന്ന സമയത്ത് വേഗം പൊട്ടി ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും. കുറച്ച് കട്ടി ഉണ്ടാവണം. ചില പൊടികൾക്ക് ഒരു ഒട്ടൽ ഉണ്ടാവും. ആ ഒട്ടൽ ഇല്ലാതിരിക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമുക്ക് എടുത്തു വയ്ക്കാം. ആ വെള്ളത്തിൽ ഇടയ്ക്ക് ഒന്ന് കൈമുക്കുകയാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കുമ്പോഴും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കില്ല. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ കിട്ടും. അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്.
ഞാൻ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു ഷേപ്പിലൊക്കെ ആക്കി എങ്ങനെയെങ്കിലും എടുക്കും. കോഴിക്കോട്ട് ഉണ്ടാക്കുന്നതിന് പിന്നിൽ കുറേ കഥകൾ നമ്മൾ പലരും പലതും പറഞ്ഞു കേൾക്കാം. യേശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം എന്ന് പറയും. പിന്നെ യേശുവിനെ കല്ലെറിഞ്ഞതിന് ഓർമ്മയ്ക്കായിട്ടാണ് കല്ലിൻ്റെ ഷേപ്പിൽ ഇതുണ്ടാക്കണമെന്ന് പറയും. അങ്ങനെ പലതരത്തിൽ പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് സത്യം നമുക്കറിയില്ല, എന്നാലും നമ്മളിതൊക്കെ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നു. എല്ലാവരും ഇതുണ്ടാക്കാനായിട്ട് എല്ലാവരും കൂടും. അപ്പം എൻ്റെ ചെറിയ മോളും ഉണ്ടാക്കിയതാണ് അവിടെ ചെറുതായിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റീം ചെയ്യാം. ഒരു 10 മിനിറ്റ് സ്റ്റീമറിൽ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നമ്മൾ ഒരു പകുതി വേവായിട്ടുണ്ട് നമ്മുടെ പൊടിയും കാര്യങ്ങളൊക്കെ. ഇനി അതൊന്ന് മൊത്തത്തിൽ സ്റ്റീമായി കിട്ടിയാൽ മതി നമുക്ക്. ആൾക്ക് 4 വയസ്സായിട്ടുള്ളൂ, എന്നാലും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഒപ്പം ആൾ നിൽക്കും. ഒരു വട്ടം പറഞ്ഞു കൊടുത്താൽ തന്നെ ആൾക്ക് വേഗം മനസ്സിലായിക്കൂടും. ആൾ വേഗം ചെയ്യും എല്ലാ കാര്യങ്ങളും. അവളുടെ പ്ലേ സ്കൂളിലെ ടീച്ചർ അവളെ കോഴിക്കോട്ട് ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷമൊക്കെയാണ് ആളിപ്പോൾ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് മറ്റൊരു മോളിലുണ്ടാക്കുന്നതാണ്. ഓരോരുത്തർ ഉണ്ടാക്കുന്ന രീതി വ്യത്യാസമുണ്ട്. എല്ലാവരും കണ്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമല്ല. നമ്മൾ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ കൂടെ പങ്കാളിത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം നമ്മൾ എല്ലാവരും അതിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം. പിന്നെ തീരെ അടുക്കാത്തവരാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല. ഇപ്പം നമ്മൾ ആദ്യം സ്റ്റീം ചെയ്യാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ ആകെ കുഴച്ച മാവിൽ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചാൽ തന്നെ അതിലേക്ക് കുറച്ച് നാളികേരം നേരിട്ട് ചേർക്കുന്നുണ്ട്. ഇതിൽ പീച്ചാമ്പൊടി ഉണ്ടാക്കാനാണ്. അതിന് പല സ്ഥലങ്ങളിൽ പീച്ചാമ്പൊടിയെന്നും പീച്ചിപ്പൊടിയെന്നും ഒക്കെ പറയുന്നുണ്ട്. വേറെ പേരുകളിൽ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് പഞ്ചസാരയോ അതൊന്നും ചേർക്കുന്നില്ല. വെറുതെ നാളികേരം മാത്രമാണ് അതിൽ ചേർക്കുന്നത്. കുട്ടികൾക്കൊന്നും കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. മധുരമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല. ഇതുണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മുടെ കൈയിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയാൽ മതി. ആ വിരലിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഒരു ഷേപ്പായി. അത്യാവശ്യം നല്ലോണം നാളികേരം വേണം ഇതിൽ, എന്നാലേ അതിൻ്റെ ഒരു നാളികേരത്തിൻ്റെ പാലൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.